എല്ലാവർക്കും ചെവി വേദന വരും. ചെവി വേദന വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ENT കാണണം, അത് ചെവിയുടെ പ്രശ്നമായിരിക്കും. അപ്പൊ ENT കണ്ടു കഴിയുമ്പോൾ എന്താ, ചെവിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിൽ നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു കൾപ്രിറ്റാണ് TM ജോയിന്റ് പെയിൻ. അതായത് നമ്മുടെ ഈ രണ്ട് ജോയിന്റുകൾ നമ്മൾ വാ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്. നമ്മുടെ ശരീരത്തിൽ വേറെ ഒരു ജോയിന്റ് ഇത്രയും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ എപ്പോഴും ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന് തേയ്മാനം സംഭവിക്കുകയും അതുകൊണ്ട് നമുക്കൊരു വേദന ഉണ്ടാവുകയും ചെയ്യുന്നത്? അതെല്ലാം ഒരു റെഫേർഡ് പെയിൻ ആയിട്ട് വരും. നമുക്ക് ചിലപ്പോൾ ചെവിയിൽ വേദന വന്നാൽ, നമുക്ക് ചിലപ്പോൾ പല്ലുകളുടെ സൈഡിൽ വേദന വന്നാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയിന്റ് പെയിൻ ഉണ്ടാവുന്നത് ഒരു മസിൽസിന്റെയും ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് പെയിൻ ഉണ്ടാവുന്നത്. ഇനി അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ചിലപ്പോൾ ഒരു സൈഡ് ഇട്ടായിരിക്കും ചവയ്ക്കുന്നത്. അപ്പൊ എന്താ കാര്യം? ആ ഒരു സൈഡ് ജോയിന്റ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ പോസ്ചർ, നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ചെരിഞ്ഞ് കിടക്കുക, ഇങ്ങനെ കൈ വെച്ചാൽ കിടക്കുക, നിങ്ങളുടെ ജോയിന്റിൽ നിങ്ങൾ പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കമന്ന് കിടക്കുന്നു, നിങ്ങൾ കമന്ന് കിടക്കുമ്പോഴും നിങ്ങളുടെ ജോയിന്റിന് പ്രഷർ വരികയാണ് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ TMJ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇനീഷ്യലി മാറാൻ സാധിക്കും. പിന്നെ അതല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ്സ് നമുക്ക് TMJ സ്പ്ലിൻസ് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. അതില്ലെങ്കിൽ നിങ്ങളുടെ ജോയിന്റിലേക്ക് നമുക്ക് മരുന്ന് ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ സിവിയർ കേസിലാണ് അങ്ങനെയൊക്കെ വരുന്നത്. തുടക്കത്തിലുള്ള കേസുകളിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ചെറിയ മെഡിസിൻസും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ TM ജോയിന്റ് പെയിൻ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റും.